വിൻസെൻ്റ് ബ്രദറിൻ്റെ അനുഭവം കേൾക്കുമ്പോൾ നമുക്കത് ഒന്നും കൂടെ ബോധ്യമാവും. വിൻസെൻ്റ് ബ്രദർ കർത്താവ് യേശുവിനെ അറിഞ്ഞ സാഹചര്യവും അതിനുശേഷം ഈശോ വിൻസെൻ്റ് ബ്രദറിനോട് എടുത്ത നിലപാടും എല്ലാം ഒന്ന് വിൻസെൻ്റ് ബ്രദർ ഒരു അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞ് ഈ പള്ളിക്കുന്നിലെ മക്കളോട് 2 വാക്ക് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിൻസെൻ്റ് ബ്രദർ 10-20 വർഷമായിട്ട് ഒരു ദേവശബ്ദം ഒരു കൺവെൻഷൻ വെച്ച് ശുശ്രൂഷയിൽ കൂടി ഈശോ അന്ന് തൊട്ട് പിന്നെ അട്ടപ്പാടിയിലെ ശുശ്രൂഷയിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ബ്രദറാണ് ബ്രദർ വിൻസെൻ്റ്. ബ്രദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2005 ഞാൻ നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടം. 5 വർഷക്കാലം ധ്യാനങ്ങളൊക്കെ കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ ഇടവക എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മണ്ണുത്തിക്കടുത്തുള്ള മുക്കാട്ടുകര എന്ന് പറയുന്ന ഇടവകയാണ് എൻ്റെ ഇടവക. ആ സമയത്താണ് സ്നേഹബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ അഭിഷേകാഗ്നി കൺവെൻഷൻ ഇടവകയിലേക്ക് വരുന്നത്. ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ. ബിസിനസ് എല്ലാം തകർന്ന് 1 കോടി രൂപ കടം, അതായത് 100 ലക്ഷം രൂപ കടം, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥ. ഒപ്പം തന്നെ 60 കോടതി കേസുകൾ, 3 ജപ്തി, ആകെ 10 സെന്റ് സ്ഥലവും എൻ്റെ ബിസിനസ് സ്ഥാപനവും എൻ്റെ വീടും കൂടി 10 സെന്റ് സ്ഥലമുണ്ട്. 3 ബാങ്കുകളാണ് ജപ്തിയിലേക്ക് വഴി വിരിച്ചത്. അറിയപ്പെടുന്ന ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക്, HDFC, ICIC. എന്തു ചെയ്യണമെന്നും അറിയില്ല. കടം വന്നത് വലിയ മദ്യപാനമോ വലിയ ലഹരിക്ക് അടിമയോ പൊട്ട ദുഷ്ടജീവിതമോ അല്ല. 8 വയസ്സ് മുതലേ ഞാൻ അൾത്താർ ബാലനായിരുന്നു. 40 വർഷക്കാലം അൾത്താറിയുടെ ഒരു വശത്തിരുന്ന് ഗായക സംഘത്തിൽ പാടിയും കൊട്ടിയും വളർന്നു വന്നതാ. ദൈവത്തിനോട് ചേർന്നിരുന്നു. പക്ഷേ അന്നൊന്നും ദൈവത്തെ അറിയാൻ സാധിച്ചില്ല ശരിക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിട്ടി ചേരും, പലിശയ്ക്ക് കാശെടുക്കും, ചിട്ടി വേഗം വിളിക്കും, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അടുത്ത ചിട്ടി ചേരും. അങ്ങനെ ചേർന്ന് ലക്ഷങ്ങളായി. സ്വന്തം ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു, ചെയർമാനായിരുന്നു. എല്ലാം തകർന്നു. അവസാനം 1/2 കിലോ സ്വർണം കൊണ്ടുവന്നതാ എൻ്റെ ഭാര്യ. 26-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കുമ്പോൾ ഭാര്യ വീട്ടുകാർ ചോദിച്ച ചോദ്യമുണ്ട്, ഈ മകൻ മദ്യപിക്കുമോ എന്ന്. അപ്പൊ ഇടവകയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ മദ്യപിക്കില്ല. എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു, അത്യാവശ്യ സൗകര്യങ്ങളായി, 2 മക്കളായി, ജീവിതം നല്ല നിലയ്ക്ക് പോകുമ്പോൾ ക്രിസ്മസ്, ഈസ്റ്റർ, തിരുനാൾ, കുർബാന കൈക്കുള്ള പാട്, അങ്ങനത്തെ ചില വിശേഷ ദിവസങ്ങളിൽ അല്പം മദ്യപിക്കാൻ തുടങ്ങി. ജീവിതം അങ്ങനെ തകർന്ന് കൂമ്പാരമായി കൂപ്പുകുത്തി താഴേക്ക് വീണു. വളരെ സങ്കടകരമായ ദിനങ്ങൾ. ഒരു ദിവസം രാത്രി ഭാര്യയെയും 2 മക്കളെയും വിളിച്ചടിച്ചിരുത്തിയിട്ട് അടുത്തിരുത്തി ഞാൻ പറഞ്ഞു, മക്കളെ, ഇനി നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും മരണത്തിന് തയ്യാറെടുക്കുക. ആ സമയത്താണ് എൻ്റെ ഭാര്യ പറഞ്ഞത്, ഒരു ധ്യാനം കൂടിയിട്ട് നമുക്ക് ആലോചിച്ചാ പോരെ. 2 മക്കൾക്കും ഫുറോടാൻ കൊടുത്ത് ഞാനും എൻ്റെ ഭാര്യയും ഫുറോടാൻ കഴിച്ച് മരിക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ഈ കടം സഹിക്കാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ അരികെ പോയി ആലോചന ചോദിച്ചിട്ട് പോരെ മരിക്കാൻ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ധ്യാനം കൂടി ഇടവകയിലേക്ക് കൺവെൻഷൻ വരുന്ന സമയത്ത് ഈ വട്ടായിലച്ഛനെ കൊണ്ടുവരുവാൻ വേണ്ടി ഇടവക വികാരിയച്ചോട് ഞാനൊന്ന് പറഞ്ഞു,
അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇത്ര കടം ബാധ്യത ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നീ വണ്ടി കൊണ്ടുപോയി അച്ഛനെ ആദ്യം ഒരുക്ക് ധ്യാനത്തിന് കൊണ്ടുവരണം. 21 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യ അഭിഷേക് കൺവെൻഷന് ഒരുക്ക് ധ്യാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്കുന്ന അഭിഷേക് കൺവെൻഷന്റെ ഒരുക്ക് ധ്യാനത്തിന് ഈ എളിയ ദാസനെയാണ് അച്ഛൻ ഈ ഇടവകയിലേക്ക് പറഞ്ഞയച്ചത്. അന്ന് അച്ഛൻ ഇടവകയിലേക്ക് വരുമ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുവാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ അച്ഛനെ വിളിച്ച് ചോദിക്കേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛനെ ഞാൻ കൊണ്ടുവരാൻ വരട്ടെ, എൻ്റെ ഒരു ചെറിയൊരു ഒമിനി ഉണ്ടെന്ന്. ആ പാട്ട AC ഇല്ല, ഒന്നുമില്ല. ആ ഒമിനി എടുത്ത് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു. കൺവെൻഷന് ഒരാഴ്ച മുന്നേ ഒരുക്ക ധ്യാനം. അങ്ങനെ അച്ഛൻ അങ്ങനെ വരാൻ പറഞ്ഞു. ഞാൻ പോയി അച്ഛനെ കൊണ്ടുവന്നു. രാത്രി ധ്യാനം കഴിഞ്ഞ് 9:30 അവിടെ കൊണ്ടുചെന്നാക്കി. ആ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ കുറേ ഇതെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞു, അച്ഛൻ മരിക്കാൻ തയ്യാറായിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, കൺവെൻഷൻ കഴിയട്ടെ, ഈ കൺവെൻഷൻ അടുത്ത ആഴ്ച ആരംഭിക്കുമല്ലോ, ഈ കൺവെൻഷൻ കഴിയട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ കഴിഞ്ഞു. അവസാന ദിവസം പോകുന്നതിന് മുൻപ് അച്ഛൻ, സ്നേഹ ബഹുമാനപ്പെട്ട വട്ടാലച്ഛൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരിക. അമ്മയെ കണ്ടു, ഭാര്യയെ കണ്ടു. അമ്മയോട് പറഞ്ഞു, ഞാൻ മകനെ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭാര്യയ്ക്കും അമ്മയ്ക്കും പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും അമ്മ പറഞ്ഞു, മരിക്കുന്നതിനേക്കാളും നല്ലത് അച്ഛൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അച്ഛൻ അന്ന് യാത്രയായി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ വിളിക്കും, ആ വിളിക്കുമ്പോൾ അട്ടപ്പാടിയിലോട്ട് വരണം, അന്ന് വെള്ള ഷർട്ട് ഇട്ട് വരണം. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. പോകുന്ന നേരത്ത് അവിടെ എത്തിക്കഴിഞ്ഞ് എന്നെ മടങ്ങുമ്പോൾ അച്ഛൻ എന്നോടൊരു വചനം പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. എന്താ എഴുതിയിരിക്കുന്നേ? എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും എന്റെ നാമലോകം മുഴുവൻ നിന്നെ പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്. ഈ വചനം കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അച്ഛൻ കുറിക്കുകൊണ്ട് പറഞ്ഞ വചന, എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും ഈ ലോകം മുഴുവൻ എന്റെ നാമം പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്. ദൈവത്തിന്റെ കരുതലുള്ള വാക്കായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കൺവെൻഷൻ അച്ഛൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് അന്ന് അൾത്താരയിൽ കയറ്റി നിർത്തി കുർബാനയ്ക്ക് കൂടിപ്പിച്ചു. അന്ന് കുർബാനയ്ക്ക് കൂടി അവിടുത്തെ ബ്രദർമാരെ ഏൽപ്പിച്ചു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു. അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത്രയും കടം, 100 ലക്ഷം രൂപ കടം, 60 കോടതി കേസുകൾ, 3 ജപ്തി, ഇതെല്ലാം തലയ്ക്ക് മീതെ വീടിന്റെ മുകളിലൂടെ ഖത്തറിന്റെയോ കുവൈറ്റിന്റെയോ ദുബായിയുടെയോ അമേരിക്കയുടെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു പെട്ടി നിറച്ച് കാശ് ടെറസിന്റെ മുകളിലേക്ക് വീണിട്ട് കടബാധിത മാറില്ല. ഒരു പെട്ടി നിറയെ കാശ്, കോടിക്കണക്കിന് രൂപ ടെറസിന്റെ മുകളിലേക്ക് വീണ് നിന്റെ കടബാധിത മാറില്ല മോനെ. അതിനുള്ള വഴികളുണ്ട്. അച്ഛൻ അങ്ങനെ ഇരുന്ന് എന്നോട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ ആദ്യം പറഞ്ഞത് പ്രാർത്ഥിക്കണം, 2 സാപത്താചരിക്കണം, 3 ദശാംശം കൊടുക്കണം. കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, ഞായറാഴ്ച എൻ്റെ കമ്പനിയൊക്കെ ചിലപ്പോൾ പ്രവർത്തിക്കുമായിരുന്നു. അച്ഛൻ ഞായറാഴ്ചകളിൽ എല്ലാവരും കൂട്ടും കൂടിയിരുന്ന് ചിലപ്പോൾ കമ്പനിയിലൊക്കെ എല്ലാ കൂട്ടുകാരൊക്കെ വന്ന് ചിലപ്പോൾ മദ്യം കഴിക്കും. ഞായറാഴ്ച എല്ലാവർക്കും സൗകര്യം. പിന്നെ ദശാംശം കൊടുക്കാൻ വളരെ വിഷമമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ 3 കാര്യമാണ്
സെഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിച്ചു: കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായത്തവരെയും ഞാൻ സംഹരിക്കും. സംഹാരത്തിന്റെ അർത്ഥം എന്തുവാ? കൊല്ലും. ഈശോ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലും എന്നല്ല പറഞ്ഞേ. പക്ഷേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും തകർച്ചകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടബാധ്യതകളും കുന്നുകൂടി വരും. അതാണ് ആദ്യം പറയുന്നത്, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവർ. ക്രിസ്ത്യാനിയായി ഞാൻ ജനിച്ചാൽ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, കൂദാശകൾക്ക് ഒരുങ്ങണം, ആരാധനയ്ക്ക് ഇരിക്കണം, കുർബാനയ്ക്ക് പോകണം, സാബത്ത് ആചരിക്കണം, സന്ധ്യാപ്രാർത്ഥന ചെല്ലണം, ബൈബിൾ വായിക്കണം. അവിടുത്തെ അന്വേഷിക്കാത്തവർ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ നമുക്ക് നൽകിയതാണ് ഈ ബൈബിൾ. ഇത് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കണം. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇതിലുണ്ട്. കർത്താവിനോട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആലോചന ചോദിക്കണം. Praise the Lord. Hallelujah. Hallelujah. അറിയില്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇതിലുണ്ട് പ്രിയപ്പെട്ടവരെ, കടബാധിതക്കാര്, വേദനയുള്ളവരുണ്ട്, തകർച്ചയുള്ളവരുണ്ട്, കഷ്ടപ്പാടുള്ളവരുണ്ട്, ദുരിതമുള്ളവരുണ്ട്. തിരിച്ചറിയണം, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായത്തവരെയും ഞാൻ സംഹരിക്കും. ഇത് ദൈവത്തിന്റെ ദൂതാണ്. ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അച്ഛൻ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കണം. മത്തായി 18:19. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് സാധിച്ചു തരും. അച്ഛൻ പറഞ്ഞു, ഭാര്യയോട് പറയുക, രാത്രിയുടെ യാമങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കേ, കർത്താവ് ഇടപെടും. ഒരു തീരുമാനമെടുക്കേ. ദൈവം നൽകിയ സ്ഥാപനത്തിൽ പോയി മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേ. ചെളി ചവിട്ടിയ സ്ഥലങ്ങളിൽ മുട്ടുകുത്തട്ടെ. മദ്യപിച്ച സ്ഥലത്ത് മുട്ടുകുത്തട്ടെ. നടക്കുന്ന വഴിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെല്ലാം തകർന്നു കിടക്കുമ്പോൾ കണ്ണുനീരിന് വിലയുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ അച്ചിട്ടായി ഞാൻ സ്വീകരിച്ചു. രണ്ടാമത് പറഞ്ഞ കാര്യമാണ് സാപത്താചരണം. സാപത്താചരിക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8 മുതലുള്ള തിരുവചന ഭാഗം. പുറപ്പാട് 28. എന്താ എഴുതിയിരിക്കുന്നേ? സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് അറിഞ്ഞുകൊള്ളുക. 6 ദിവസം അധ്വാനിച്ച് എല്ലാ ജോലികളും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസമായ ഞായറാഴ്ച എന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ നിന്റെ മകളോ ദാസനോ ദാസിയോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ബീഹാറികളോ യുപിക്കാരോ ഹിന്ദിക്കാരോ തമിഴന്മാരോ ആസാമികളോ ഒരു വേലയും ചെയ്യരുതേ. Praise the Lord. Hallelujah. Hallelujah. വചനം പഠിപ്പിക്കുകയാണ്, 6 ദിവസം അധ്വാനിച്ച് എല്ലാ ജോലികളും ചെയ്തു കൊള്ളുക. കർത്താവ് 6 ദിവസം ജോലി ചെയ്ത് 7-ാം ദിവസം ഞായറാഴ്ച പ്രാർത്ഥനാ ദിവസമായി മാറ്റി.
അതാണ് ഈശോ നമ്മളോട് കൽപ്പിക്കുന്നത്. 6 ദിവസം അധ്വാനിച്ച് എല്ലാ ജോലികളും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസമായ ഞായറാഴ്ചന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ നിന്റെ മകളോ നിന്റെ ദാസനോ ദാസിയോ നിന്നോട് വസിക്കുന്ന പരദേശിയോ മൃഗങ്ങളോ ഒരു വേലയും ചെയ്യരുതേ. കർത്താവ് അച്ചിട്ടമായി എഴുതി പറയുക, 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം എന്റെ സാബത്ത് പരിശുദ്ധമായി നിങ്ങൾ ആചരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ തെറ്റിന്റെ വഴിയിലാണ്. മുന്നോട്ട് പോകാൻ ഇനി സാധിക്കില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ ആ വലിയ ആയുധം കയ്യിലെടുത്തു. രണ്ടാമത് അച്ഛൻ പറഞ്ഞ സാബത്തിന്റെ ആ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ തുടങ്ങി. രാവിലെ പള്ളിയിൽ പോകും, 10 മണിയായാൽ ആരാധനയ്ക്ക് പോയിരിക്കും, പുത്തമ്പള്ളിയിൽ പോകും, ജെറുസലേമിൽ വന്നിരിക്കും, ഭാര്യയും മക്കളും കുടുംബവും. കാരണം ആർക്കും വേണ്ട ഞങ്ങളെ, ബന്ധുക്കൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, സഹോദരന് വേണ്ട, പെറ്റമ്മയ്ക്ക് പോലും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഇതുപോലെ തന്നെ കടബാധിത വന്നാൽ, രോഗം വന്നാൽ, തകർച്ച വന്നാൽ, വേദന വന്നാൽ നിങ്ങളെ ആർക്കും വേണ്ട. മക്കൾക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ടാത്തവരായി മാറും. അങ്ങനെ ഞായറാഴ്ചകളിലെ വളരെ വേദനയോടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെച്ചു. അടുത്തത് അച്ഛൻ പറഞ്ഞത് ദശാംശം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല, അച്ഛൻ പറഞ്ഞ പ്രകാരമാണ്. ഒരു 100 രൂപ ലാഭം കിട്ടിയാൽ, 1000 രൂപ നിങ്ങൾ ലാഭം കിട്ടുകയാണെങ്കിൽ, അതിൽ 1000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടി. നിങ്ങളുടെ ചെലവൊക്കെ കഴിച്ച് അതിൽ നിങ്ങൾക്ക് ഒരു 200 രൂപ ലാഭമുണ്ടെങ്കിൽ, മാറ്റിവെക്കാനുണ്ടെങ്കിൽ, അതിന്റെ 10% 20 രൂപ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പള്ളിയിൽ കൊണ്ടുപോയി അന്നത്തേക്ക് നിങ്ങൾ ഇട്ടാൽ, വിൻസന്റെ കർത്താവ് കടബാധ്യത മാറ്റിത്തരും. അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട്, കർത്താവിനെ നിങ്ങൾ കൊള്ളയടിക്കുമോ? മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതലുള്ള തിരുവചന ഭാഗത്തിൽ എഴുതി ചേർത്തിരിക്കുക, കർത്താവിനെ നിങ്ങൾ കൊള്ളയടിക്കുമോ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ വചനഭാഗത്ത് ശക്തമായ വലിയൊരു ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. കർത്താവിനെ നിങ്ങൾ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും. അടുത്ത വചനം പഠിപ്പിക്കുന്ന, നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്, വിവരം കെട്ടവരാണ്, വിവരദോഷികളാണ്. കർത്താവിനെ കൊള്ള ചെയ്യുന്നവരെ അഭിഷിപ്തരാണെന്ന് കർത്താവിന്റെ വചനം മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. എന്നിട്ട് പറയുക, ദശാംശം മുഴുവൻ എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എന്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുകയാ, ദശാംശം മുഴുവൻ എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം എന്നോട് അച്ഛൻ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അച്ഛൻ
എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി അച്ഛൻ 1-2 വ്യക്തിയോട് പറഞ്ഞപ്പോൾ അവരെന്നെ കുറച്ച് സഹായിച്ചു. എൻ്റെ ബിസിനസ് തുടങ്ങുക. അതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, കഴിച്ചു കൂട്ടിയ വിഷമങ്ങൾക്കൊന്നുമില്ല, പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കുഞ്ഞുമോൻ്റെ ഒരു കുർബാന കൈക്കൊള്ള പാട് വന്നപ്പോൾ ഒരു ഷൂ മേടിക്കാൻ പൈസ ഇല്ലാതെ തൃശ്ശൂർ പട്ടണത്തിലെ ഫുട്പാത്തിൽ പോയി കറുത്ത ഷൂ മേടിക്കാൻ ഞാൻ ഒരുങ്ങി. പാറ്റയുണ്ട്, നല്ല കമ്പനി ചെരുപ്പുണ്ട്, ഷൂ ഉണ്ട്, അതിനുള്ള പൈസയില്ല. 16 രൂപ കൊടുത്ത് ഫുട്പാത്തിൽ നിന്നൊരു ഷൂ വാങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കുർബാന കൈക്കൊള്ള പാടിന്റെ പള്ളിയിലേക്ക് വലിയൊരു പ്രൊസഷനായിട്ടാണ് നടന്നു വരിക. മകന്റെ അപ്പുറത്തും ഇപ്പുറത്തും അപ്പനും അമ്മയും നിൽക്കും. ഞാനും എൻ്റെ ഭാര്യയും അപ്പുറത്തും ഇപ്പുറത്തും നിന്നു. മകനെ നടുക്കിൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പ്രൊസഷനായിട്ട് നടന്നു വരുമ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ചണ്ണ വെച്ച് നടക്കുകയാ. എനിക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുമ്പോൾ 16 രൂപ കൊടുത്ത് വാങ്ങിച്ച ഷൂവിന്റെ അടി പൊളിഞ്ഞു പോയി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ചെറിയ ചരടെടുത്ത് പതുക്കെ കെട്ടിക്കൊടുത്ത് പള്ളിയുടെ അകത്തേക്ക് കയറ്റി. അവിടെ എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, മക്കളെയും പറ്റിച്ചു അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ വേദനയുടെ ആ നിമിഷങ്ങളിൽ ചങ്കുപൊട്ടിപ്പോയി. നല്ലൊരു ഷൂ പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല നിലയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ കണ്ണു കാണാൻ പറ്റാത്ത വിധം നമ്മുടെ കണ്ണുകളിലെ കാഴ്ച ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. രോഗം, വേദന, കടബാധിത, തകർച്ച, ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് വഹിക്കേണ്ട ഗതികേട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം. അച്ഛൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളാ വിൻസെന്റ്, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ചെയ്യാൻ സാധിച്ചാലേ കർത്താവ് ഇടപെടും. കർത്താവ് ഇടപെടുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാമത്തെ തിരുവചനം എന്തെഴുതിയിരിക്കുന്നേ? കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്ത് കൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഐശ്വര്യം നദി പോലെ കുത്തിയൊഴുകും. കച്ചവടം തുടങ്ങി. 100 രൂപ ലാഭം കിട്ടിയപ്പോൾ അതിൽ 20 രൂപ ഇടവക ദേവാലയത്തിൽ കൊണ്ടുപോയിട്ടു. ഭക്ഷണത്തിനോ കറി വെക്കാനുള്ള പൈസ ഇല്ലാത്ത സമയത്താണ് അന്ന് 10-20 രൂപ കൊണ്ടുപോയി ഇടവക ദേവാലയത്തിൽ ഇട്ടത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം 400 രൂപ ലാഭം കിട്ടുന്ന കച്ചവടം. എനിക്ക് വലിയ ആകാംക്ഷയായി. 40 രൂപ കൊണ്ടുപോയി ഇടവക ദേവാലയത്തിൽ ഇട്ടു. പിറ്റേ ദിവസം 80 രൂപ ലാഭം കിട്ടുന്നൊരു കച്ചവടം. അച്ഛൻ പറഞ്ഞത്, ഇന്ന് കിട്ടിയാൽ ഇന്നിടണം, മാറ്റിവെക്കരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതങ്ങട് മുന്നോട്ട് പോയപ്പോൾ കുത്തൊഴുക്ക് പോലെ, വചനം പറയുന്നത് പോലെ, നദി പോലെ ഇതാ എന്റെ ഭവനത്തിലേക്ക് കച്ചവടത്തിന്റെ കാശുകൾ കുന്നുകൂടാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രിയപ്പെട്ടവരെ, എന്റെ കടം മാറി. 100 ലക്ഷം രൂപ കടം മാറി. 60 കോടതി കേസ്, ഒരു കേസ് മാത്രമേ എന്നെ ശിക്ഷിച്ചുള്ളൂ, ബാക്കി 59 കേസും തള്ളിപ്പോയി. അന്ന് ചെയ്യുന്ന കാര്യമുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ നാൾ മുതൽ ദിവസം എല്ലാ ആഴ്ചകളിലും അട്ടപ്പാടിയിലേക്ക് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായി കടന്നു പോകും. അച്ഛൻ പറഞ്ഞതുപോലെ ജീവിതം ആരംഭിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. പ്രവാചകനായി കാണുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനായി കാണുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലവും ദൈവം നൽകും. ഇത് ഞാൻ വിശ്വസിച്ചു.
എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. എന്ന് ചിലപ്പോൾ എന്നെ അറിയപ്പെടുന്നവർ ഇവിടെ ഉണ്ടാവും. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. 7-8 സ്ഥാപനങ്ങളുണ്ട്, 10-15 വണ്ടികളുണ്ട്, അതുപോലെ കമ്പനിയിൽ സ്റ്റാഫുകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്ത് അച്ഛന്റെ കൂടെ ശുശ്രൂഷിക്കുണ്ടോ ആ ശുശ്രൂഷയ്ക്ക് ഓടിച്ചെല്ലും. ഇത് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഇങ്ങനെ ഉരച്ചു നോക്കും. ഇത് പത്രമാറ്റാണോ? നിനക്ക് തന്നാൽ, നിങ്ങൾക്ക് തന്നാൽ, നിനക്ക് തന്നാൽ, സമ്പത്ത് തന്നാൽ നീ കർത്താവിന് വിട്ടുപോകുമോ എന്ന് കർത്താവ് ഉരച്ചു നോക്കും. ഉരച്ചു നോക്കിയിട്ട് ഇത് പോകില്ല എന്ന് കണ്ടാൽ കർത്താവ് കരം പിടിച്ചുയർത്തും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തിരിച്ചറിയണം, ദൈവത്തെ ആരാധിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകത്തിലെ 23-ാം അധ്യായം 25-26 തിരുവചനം പറഞ്ഞില്ലേ, ഇസ്രായേലിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ അനുഗ്രഹിക്കും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ഇത് ഈ പള്ളിക്കുന്ന് ദേശത്ത് ഈ 5 ദിവസത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 8-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. കർത്താവിന്റെ അരികെ 3 ദിവസം ഒരുമിച്ച് കൂടിയിരുന്ന ദൈവജനത്തിനോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ഈശോയ്ക്ക് അനുകമ്പ തോന്നിയപ്പോൾ ഈശോ പറഞ്ഞു, ഇവരെ ഒന്നും കൊടുക്കാതെ പറഞ്ഞയച്ചാൽ സാധിക്കുകയില്ല. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി. എന്നിട്ടും 7 കുട്ടകൾ നിറച്ചു എന്ന വചനഭാഗത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ അതുപോലെ ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്കുന്ന ഇടവകയില് 3 ദിവസമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഈശോയ്ക്ക് നിങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും ആകുലതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടബാധ്യതകളും കണ്ട് കർത്താവിന് അനുകമ്പ തോന്നിയാൽ യേശയ്യാ 66:2-12 സംഭവിക്കും. ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. കർത്താവ് അവരിലേക്ക് ഒഴുക്കും. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നവരെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്ത്, ബഹുമാനം, നിലനിൽക്കുന്ന ഐശ്വര്യം എന്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞ ദൂത് നിങ്ങൾ ഓർക്കണം. 1 പ്രാർത്ഥിക്കണം, 2 സാപത്ത് ആചരിക്കണം, 3 ദശാംശം കൊടുക്കണം. ഇത് കാണുമ്പോൾ കർത്താവിന് നമ്മളോട് അനുകമ്പ തോന്നും. ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കരം പിടിച്ചുയർത്തും. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാൻ പ്രിയപ്പെട്ട ദൈവജനമേ. ആകാശം പിളർന്ന് സ്വർഗം തുറന്ന ദൈവത്തിന്റെ ഉന്നത ശക്തി പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാണിപ്പോൾ. കർത്താവിന്റെ വചനം കേട്ട് തീരുമാനമെടുത്ത് വിശ്വസിച്ചവരെല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ശക്തിയോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന.
കർത്താവായ ഈശോ നമ്മുടെ കുടുംബങ്ങളിലെ ഞെരുക്കവും കലഹവും വലിയ തരത്തിലുള്ള കണ്ണുനീരും സാമ്പത്തിക തകർച്ചകളും സമാധാനക്കേടെല്ലാം മാറ്റാൻ ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങ് കൃപ തോന്നി എന്നെ അനുഗ്രഹിക്കണം. ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണം. വീഴാതിരിക്കാൻ നീ വഴിതെറ്റരുത്. ഞാൻ നടക്കേണ്ട വഴി ദൈവവചനത്തിൻ്റെ വഴികളാണ്. ദൈവവചനത്തിൻ്റെ വഴികളിലൂടെ നടക്കണമെങ്കിൽ ദൈവവചനം അറിയണം. കർത്താവേ, എന്നെ വചനത്തിൻ്റെ വഴികളിലൂടെ നടത്തണമേ. കർത്താവേ, എന്നെ നിരപ്പായ വഴിയിലൂടെ നടത്തണമേ. ആഗ്രഹിക്കാം.